ഹലോ ഗൈസ്, നമ്മളില്ലേ ഇന്നൊരു സിമ്പിൾ മുരിങ്ങയില കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിന്ന് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ടീസ്പൂൺ അളവിലൊന്നല്ല എടുക്കുന്നത്. അപ്പം കണ്ടല്ലോ ഞാൻ എങ്ങനെ എടുത്തതെന്നുള്ളത്. കുറച്ച് കടുക് അങ്ങോട്ടിട്ടു. ഇനി അത് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുക് പൊട്ടി. പച്ചമുളക് ഇട്ടു. പിന്നെ എന്താ പറയുക, കുറച്ച് ഞാനിതിൽ തക്കാളിയൊക്കെ ഇട്ടിട്ടാട്ടോ ചെയ്യുന്നത്. കുറച്ച് തക്കാളി, അതുപോലെ ഇച്ചിരി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് വരണം കേട്ടോ. അത് വഴന്ന് വരുന്നവരെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഗൈസ്, പനി ആയതുകൊണ്ടാട്ടോ ശബ്ദം ഇങ്ങനെ ഭേദമായിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് ഭേദമുണ്ട്, പഴയതിനേക്കാളും കുറച്ച് ഭേദമൊക്കെ ഉണ്ട്. നമ്മളിതിൽ കുറച്ച് മുളക് പൊടിയല്ലേ ഇടുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു 2-3 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് എരിവ് കിട്ടട്ടെ വിചാരിച്ചിട്ട്. ഇനി നമ്മൾ വഴന്ന് വരാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുകയാണ്. അപ്പം വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ മൂടി വെച്ചായിരുന്നേ. ഏകദേശം നോക്കിയപ്പോൾ വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. കുറച്ച് മുളക് പൊടി ഇട്ട്, ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടി ഇട്ട്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയെന്ന്. ഇത് ടീസ്പൂണല്ല കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടല്ല, ഇങ്ങനെയാണ് എൻ്റെ പാകത്തിന്. എനിക്കറിയാം ഇത് എങ്ങനെ ഇടുന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മുരിങ്ങയിലയില്ലേ, ആ മുരിങ്ങയില ഇതിലിട്ട് കണ്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുള്ളായിരുന്നു ഞാൻ. കറിക്കൊക്കെ കുറച്ച് മതിയല്ലോ. നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴല്ലേ കുറേ വേണ്ടത്, ഇത് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഞാൻ. എനിക്കറിയുന്ന പോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. പരിപ്പൊന്നും ഇടാത്ത മുരിങ്ങയില കറി. ഈ പരിപ്പ് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറി അത്. പെട്ടെന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ കറിയാണ്. ചപ്പാത്തിക്കൊക്കെ നല്ലതുണ്ട് ഇത്. ഞാൻ കഴിച്ചിട്ടോ, ചപ്പാത്തിക്കൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ചപ്പാത്തിക്കൊന്നും, പക്ഷേ രസമുണ്ട്. അപ്പം നമ്മുടെ മുരിങ്ങയില അങ്ങനെ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് എന്താ പറയുക, കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കും കേട്ടോ.
ഒന്നും കൂടി അരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവാനാണ്. ഒരുപാട് വേവിക്കാനും പാടില്ല, കാരണം മുരിങ്ങയില കയ്പ്പ് രസം വരും എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഞാൻ വേവിച്ചിട്ടില്ല. പിന്നെ നമുക്കിതിൽ കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളകും ഇടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് കയ്യിലില്ലായിരുന്നു. പിന്നെ ഇതാ ഞാൻ തേങ്ങ ഒഴിക്കാം. അപ്പോൾ തേങ്ങയും നല്ല ജീരകവും കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പം നമ്മളതിൽ തേങ്ങ അരച്ചത് ഒഴിച്ചു. ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പിടാൻ മറന്നായിരുന്നു, പക്ഷെ ഞാനിപ്പം ഉപ്പിടുന്നുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തത് കേട്ടോ. ഇനി തേങ്ങ അതുപോലെ നന്നായിട്ട് തിളച്ച് വരാനൊന്നും പാടില്ല, കുറച്ചൊന്ന് തിള വരുമ്പോൾ തന്നെ അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു, കാരണം അത് നല്ല കുറുങ്ങനെ നിന്നായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. എന്നിട്ടും കുറുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറുകിയൊക്കെ പറയും കേട്ടോ, എനിക്കറിയുന്ന പോലെ ഞാൻ പറയണത്. അപ്പോൾ ഉപ്പിട്ടു കേട്ടോ. നേരത്തെ ഇടണമായിരുന്നു, പക്ഷെ ഞാൻ അന്നേരം ഇട്ടില്ല, മറന്നുപോയി. ഇപ്പിട്ടു.